വിശുദ്ധ മർക്കോസിന്റെ സുവിശേഷത്തിന്റെ 1-ാമത്തെ അധ്യായത്തിന്റെ 15-ാമത്തെ തിരുവചനം നമുക്കൊന്ന് കേൾക്കാം. അതിപ്രകാരമാണ്. യേശു പറഞ്ഞു, സമയം പൂർത്തിയായി, ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു, അനുതപിച്ച് സുവിശേഷത്തിൽ വിശ്വസിക്കുക. വളരെ മനോഹരമായ ഒരു യേശുവചനമാണിത്, അല്ലേ? നമുക്ക് എത്ര ചിന്തിച്ചാലും യേശുവിൻ്റെ ആ ദൗത്യത്തിൻ്റെ ഉള്ളടക്കം അതിലടങ്ങിയിരിക്കുകയാണ്. കുറേ കാലം മുമ്പ് എനിക്ക് തോന്നുന്ന ഏറ്റവും ഉയരം കൂടിയ കുരിശുമല എന്നറിയപ്പെടുന്ന എഴുകുമലയിലാണെന്ന് തോന്നുന്നു ഞാൻ പോയപ്പോഴേ. എൻ്റെ കൂടെ വേറെ 2-3 അച്ഛന്മാരുമുണ്ട്, ഏതാനും ഇടവക്കാരുമുണ്ട്. ഞങ്ങൾ വെറുതെ ഇടയ്ക്കൊരു വെള്ളിയാഴ്ച ഉച്ച കഴിഞ്ഞ് പോയതാണ്. അവിടെ വെച്ചൊരു മനുഷ്യൻ, ഒരു 10-40 വയസ്സിനുള്ളിൽ കാണും. അദ്ദേഹം അല്പം മുടന്തിയാണ് നടക്കുന്നത്. മുടന്തുണ്ടോ അതോ കാലുമല്ല ഉളുക്കിയതാണോ എന്ന് തീർച്ചയായും അറിയില്ല. അദ്ദേഹത്തിൻ്റെ തോളത്തെ ഒരു 5-8 വയസ്സുള്ള അദ്ദേഹത്തിൻ്റെ തന്നെ മകനായിരിക്കണം. ആ കൊച്ചിനെ 2 തോളിലുമായിട്ട് 2 വശത്തോളിലേക്കും കാലിട്ട് കൊച്ചിനെ ഇരുത്തി കൊച്ചിൻ്റെ കൈയും പിടിച്ചാണ് കുന്നുകയറ്റം. അപ്പോൾ ആ കൊച്ച് തീർത്ത് ചെറുതല്ല. ഈ കാരണവർക്കാണ് കാലിന് അല്പം മുടന്തോ ബുദ്ധിമുട്ടോ ഉണ്ട് നടക്കാനായിട്ട്. കുന്നാണ് കയറുന്നത്. അപ്പോൾ തിരിച്ചു വന്നപ്പോഴല്ല, മുകളിലെത്തിക്കഴിഞ്ഞ് കൊച്ചിനെ താഴെ ഇറക്കി കഴിഞ്ഞപ്പോൾ ഞാൻ ചോദിച്ചു, ഇത്രയും ബുദ്ധിമുട്ടി കൊച്ചിനെ നേരത്തെ നേർന്നതാണ്, ഇപ്പോഴെങ്കിലും ഈ നേർച്ച നിറവേറ്റിയില്ലെങ്കിൽ പിന്നെ ബുദ്ധിമുട്ടല്ലേ, നടക്കില്ലല്ലോ എന്ന് പറഞ്ഞു. അപ്പോൾ ഇത് നമ്മൾ കാണുമ്പോൾ ചില മനുഷ്യർക്കൊക്കെ അങ്ങനെ വലിയ കുറ്റബോധങ്ങളുണ്ട്. നേർച്ച നേരും, പിന്നെ അത് നിറവേറ്റാൻ വൈകിപ്പോകും, ചിലപ്പോൾ അത് നടക്കില്ല. അപ്പോൾ അവിടെയെല്ലാം നമ്മളൊരു പശ്ചാത്താപത്തിൻ്റെ അല്ല മാനസാന്തരത്തിൻ്റെ ദൈവകൃപയ്ക്ക് വരാനുള്ള ഒരു ത്വരയുണ്ട്. ഒരു ഭാരം തൻ്റെ മകന് വേണ്ടിയിട്ട്, മകനെയും വഹിച്ചുകൊണ്ട് മേലാത്ത കാലും വെച്ച് കുന്നിൻ്റെ മോള് വരെ കുരിശുമല കയറുന്ന മനുഷ്യനെ ഞാൻ ഇപ്പോൾ ഓർക്കുകയാണ്, അല്ലേ? അപ്പോൾ രക്ഷയുടെ ഒരു മാർഗം, കുഞ്ഞിന് നന്മ, അല്ലെ കുഞ്ഞിനോ അല്ലെ കുടുംബത്തിലെന്തെങ്കിലും ദൈവകൃപ കിട്ടുന്നതിനായിരിക്കണം ഈ ഭാരം വഹിച്ചുകൊണ്ട്, കുരിശും വഹിച്ചുകൊണ്ടുള്ള ഒരു മലകയറ്റം എന്ന് നമുക്ക് പറയാൻ സാധിക്കും.